നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡിപ്ലോയ്മെന്റിന്റെ പാർട്ടായിട്ട് ഡോക്കർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പം ഈ ഒരു ഇമേജിന്റെ സൈസും അതുപോലെ തന്നെ ബിൽഡ് ടൈം ഒക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡോക്കർ ഇമേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ 2 GB ഡോക്കർ ഇമേജിനെ എങ്ങനെ ഒരു 10 MB റെഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ബിൽഡ് ടൈം എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതുമൂലം നിങ്ങളുടെ ഡിപ്ലോയ്മെന്റ് പ്രോസസ് ഏറ്റവും ലൈറ്റിംഗ് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ പേര് അനു എന്നാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ PHP, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട്, ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, റിയാക്ടിന്റെ നെക്സ്റ്റ്.js, അതുപോലെ തന്നെ റെമിക്സ് ഫ്രെയിംവർക്ക്, എല്ലാ റിയാക്ടിന്റെ ലൈബ്രറീസും ഈ ഒരു ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവോപ്സിന്റെ കോൺസെപ്റ്റും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ ഏത് പ്ലേലിസ്റ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഡോക്കർ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ ഒരു റിയാക്ട് ആപ്ലിക്കേഷന്റെ ഡോക്കർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, രണ്ടാമത്തത് ഒരു ഫുൾ സ്റ്റാക്ക് പ്രൊജക്ട്, അവിടെ നമ്മൾ മെയിൻ സ്റ്റാക്ക് അതായത് Node.js അതുപോലെ തന്നെ റിയാക്റ്റും എക്സ്പ്രസ് എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ആപ്ലിക്കേഷന്റെ ഡോക്കർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 വീഡിയോന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഞാൻ ഈ ഒരു വീഡിയോ ഒത്തിരി ടൈമും അതുപോലെ തന്നെ എഫേർട്ടൊക്കെ ഇട്ട് കുറച്ച് പേരുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഒരു ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ആണ് കേട്ടോ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ല ഇതിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരാം. ഞാൻ മെയിൻ ആയിട്ട് 4 സ്ട്രാറ്റജീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ ഒരു ഡോക്കർ ഇമേജ് ഒപ്റ്റിമൈസേഷന്റെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സിംഗിൾ സ്റ്റേജ് ബിൽഡിനെ മൾട്ടി സ്റ്റേജ് ബിൽഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ഡോക്കർ ഫയലിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് ഈസിലി ഒരു 2 GB പ്ലസ് ഇമേജിനെ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ സൈഡിലേക്ക് ഏകദേശം ഒരു 95% കാര്യങ്ങളും പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ ഏറ്റവും ബേസിക് റീസൺ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റൺ ടൈം ലോജിക്കും അതുപോലെ തന്നെ ബിൽഡ് ടൈം എൻവയോൺമെന്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം പോകുന്നത് ഒരു 1 ലെയർ സിംഗിൾ ഇമേജിലേക്കായിരിക്കും അല്ലെ. അതായത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നോഡിന്റെ ബേസ് ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നോഡ് ലേറ്റസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും npm ഇൻസ്റ്റാളേഷൻ നടത്തും. നമ്മുടെ ഡിപ്പെൻഡൻസീസിനെ ഇൻക്ലൂഡിങ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസീസിനെയും ഇൻക്ലൂഡ് ചെയ്യും. സോ എന്ത് ചെയ്യും, നമ്മുടെ ഫൈനൽ ഇമേജിലും നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഡെവലപ്മെന്റ് ടൂൾസും ഇൻക്ലൂഡിങ് ടെസ്റ്റ് ഫയൽസും അതുപോലെ തന്നെ ഡോട്ട് ഗിറ്റിന്റെ ഫയൽസും ഡോട്ട് ഗിറ്റ് ഫയലും അതുപോലെ തന്നെ ലോഗ്സിന്റെ ഫയൽസ്, ഡോക്യുമെന്റേഷൻ ഫയൽസ്, ഒരു ഫുൾ പാക്കേജ് നോഡ് മോഡ്യൂൾ ഫയൽസ് ഒക്കെ വരും. ആക്ച്വലി നമ്മുടെ ഒരു ഫൈനൽ ഇമേജിനെ അല്ലെങ്കിൽ ഒരു ആപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. സോ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് മൾട്ടി സ്റ്റേജ് ബിൽഡ് ആയിട്ട് ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്, ഫസ്റ്റ് ബിൽഡ് സ്റ്റേജ് ആണ്. ബിൽഡ് സ്റ്റേജിൽ എല്ലാ ഡിപ്പെൻഡൻസീസിനെയും എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. സെക്കൻഡ് സ്റ്റേജിൽ ജസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇതിന് നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം, അതായത് ഇപ്പം സോഴ്സ് കോഡ്, നോഡ് മോഡ്യൂൾസ്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം ഒരു പുതിയ ക്ലീൻ ഇമേജിലേക്ക് കോപ്പി ചെയ്യുന്ന മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെ ആൽഫൈൻ ഇമേജ് ആണ് ബേസ് ഇമേജ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നെക്സ്റ്റ് പറയാട്ടോ. അടുത്ത സ്ട്രാറ്റജി നമ്മുടെ അതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പെൻഡൻസീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുള്ളൂ. ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസീസിനെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് npm CI ഉള്ളി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ. സോ സൈസ് റെഡ്യൂസ് ചെയ്യാം, ഇൻക്ലൂഡിങ് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു ക്ലീനർ ഫൈനൽ ഇമേജ് ആണ് നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബിൽഡ് ആർട്ടിഫാക്ട്സ്, ടെസ്റ്റ് ഫയൽസ്, ലോഗ്സ് ഫയൽസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. സോ പെർഫോമൻസിന്റെ കേസിലാണെങ്കിലും റിലയബിലിറ്റിന്റെ കേസിലാണെങ്കിലും സെക്യൂരിറ്റിന്റെ കേസിലൊക്കെ ആണെങ്കിലും ഈ ഒരു മൾട്ടി സ്റ്റേജ് ബിൽഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു സ്ലിം റൺ ടൈം ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങളുടെ ഒരു ബിൽഡിനെ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്ട്രാറ്റജിയിലേക്ക് വരാം. രണ്ടാമത്തെ സ്ട്രാറ്റജി ബേസ് ഇമേജ് സെലക്ഷൻ ആണ്. ഇതും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ് കേട്ടോ. അതായത് നിങ്ങളൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഫണ്ടമെന്റൽ
ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് Node.jsന്റെ ഇമേജ് ആണല്ലേ. ഇപ്പൊ ഓരോ ഇമേജിനും ഡെഫിനറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ട്. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഡോക്കർ ഹബിലൊക്കെ പോയിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു നോഡിന്റെ ഇമേജിനെ എടുത്തിട്ട് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഷൻസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ ഇതിന് ഏകദേശം 4 തൊട്ട് 5 വരെയുള്ള ടൈപ്പ്, അതിലും കൂടുതൽ ടൈപ്പ് അവൈലബിൾ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു 4 ടൈപ്പ് എടുക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പം നേരത്തെ യൂസ് ചെയ്ത ഡോക്കർ ഫയലിലെ നോട്ട് ലേറ്റസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് മാത്രം 1.1 GB ഓളം നിങ്ങളുടെ ഒരു ഇമേജിൻ്റെത് കൺസ്യൂം ചെയ്യും. ഇനി അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നോഡ് 18ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 995 MB എടുക്കും അത്. ഇനി നോഡ് 18 സ്ലിം ആണെങ്കിൽ പോലും 245 MB എടുക്കും. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആൽഫൈൽ ലിനക്സ് ആണ്. അത് മിനിമൽ ആണെന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രൊഡക്ഷന്റെ സൈഡിലാണെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും, സെക്യൂരിറ്റി ഫോക്കസ്ഡും ആയിരിക്കും. ഇനി ഇതിനേക്കാളും നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യണം, നിങ്ങളുടെ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ഡിസ്ട്രോലെസ് ഇമേജസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനും റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റൺ ടൈം ഡിപ്പെൻഡൻസീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ നല്ലപോലെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവണം കേട്ടോ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ. ഈ ഒരു 2 സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു 2 GB ഇമേജ് സൈസിനെ നമ്മൾ ഒരു 15 MB റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് 2 ടിപ്പും കൂടെ നമ്മൾ പറയുന്നുണ്ട് വീഡിയോന്റെ എൻഡിൽ, അതും കൂടെ കാണാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇമേജിന്റെ സൈസിനേക്കാളും നിങ്ങളുടെ ഒരു ബിൽഡിന്റെ സ്പീഡാണ്. അതായത് നമുക്കറിയാലോ, അപ്പൊ മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലെയർ ക്യാഷ് ഒപ്റ്റിമൈസേഷൻ ആണ്. നമുക്കറിയാലോ ഇപ്പം ഡോക്കറിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവിടെ സീക്വൻഷ്യലി ആണ് ബിൽഡ് എടുക്കുന്നത്. അപ്പൊ ഓരോ ലെയറും ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും അവിടെ ബിൽഡ് വരുന്നത്. അപ്പൊ ഓരോ ലെയറിനെയും നമ്മൾ ക്യാഷ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ക്യാഷ് ഹിറ്റ് വരുന്നത് പോലെ ഡോക്കർ ഫയലിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഡോക്കർ ഫയലിനെ മാക്സിമം ക്യാഷ് ഹിറ്റ് വരുന്നത് പോലെ ഓർഡർ ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഡോക്കർ ഫയലിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, നമ്മുടെ ഒരു കംപ്ലീറ്റ് സോഴ്സ് കോഡിനെ കോപ്പി ചെയ്യുക അല്ലെ. അതിന് പകരം നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് package.json ഫയൽ മാത്രം കോപ്പി ചെയ്യും. എന്നിട്ട് അതിന്റെ ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു കമാൻഡ് npm install കമാൻഡ് റൺ ചെയ്യും. അപ്പൊ ഇവിടുത്തെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ബിൽഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഇമേജ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിപ്പെൻഡൻസി ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു npm install റൺ ചെയ്യുള്ളൂ. അതർവൈസ് നമ്മൾ പ്രീവിയസ് ക്യാഷ്ഡ് വേർഷൻ യൂസ് ചെയ്യും. സോ എന്താവും, നിങ്ങളുടെ ഒരു ബിൽഡ് ടൈം ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 30 സെക്കൻഡ്സിലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഗിറ്റിന്റെ കേസിൽ ഗിറ്റ് ഇഗ്നോർ ഫയൽ യൂസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഡോക്കറിന്റെ കേസിൽ ഡോക്കർ ഇഗ്നോർ ഫയൽ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫൈനൽ ഇമേജിൽ ആവശ്യമില്ലാത്ത അൺനെസസറി ഫയൽസിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ആ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗിറ്റ് ഇഗ്നോർ, റീഡ്മി ഫയല്, നമ്മുടെ ഡീബഗ് ലോഗിന്റെ ഫയല്, നോട്ട് മോഡ്യൂൾസ്, ഇതുപോലുള്ള ഫയൽസിനൊക്കെ നമുക്ക് നമ്മുടെ ഫൈനൽ ഇമേജിലേക്ക് ആവശ്യമില്ലാത്തതല്ലേ. സോ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡോക്കർ ഇഗ്നോർ ഫയൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാട്ടോ. ഇനി ഫൈനൽ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണെങ്കിലും അനാലിസിസിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂൾസും ടെക്നിക്കും യൂസ് ചെയ്യാം. അതിൽ ഞാൻ 2-3 എണ്ണം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ കോഡിങ്ങിന്റെ കേസിലാണെങ്കിലും ഫസ്റ്റ് ഒരു ഒപ്റ്റിമൈസേഷൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അനാലിസിസ് ചെയ്യൂലേ. ഇവിടെയും അതുപോലെ തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനലൈസ് ചെയ്യണം. അതിന് നമുക്ക് ഡൈവ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതുപോലെ. ഇപ്പൊ ഡൈവ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെയറും എത്രത്തോളം സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്കർ ഇമേജിന്റെ ഒരു എക്സ്റേ വിഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കിട്ടും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിനെ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്പേസ് എടുക്കുന്ന എവിടുന്നാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഒരു അനാലിസിസ് റിട്ടേൺ ചെയ്യും. ഇനി നിങ്ങളുടെ ഒരു ബിൽറ്റ് ഇൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ ഒരു ബിൽറ്റ് ഇൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാൻ പറ്റുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ടെക്നിക്ക്, ഡോക്കർ സ്ലിം. അപ്പൊ ഡോക്കർ സ്ലിം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു ഇമേജിന്റെ സൈസ് ഏകദേശം ഒരു 30 ടൈംസ് റെഡ്യൂസ് ചെയ്യും ത്രൂ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് അനാലിസിസിലൂടെ.
ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൺ കമാൻഡ്സിനെ കമ്പൈൻ ചെയ്യുക ഇതുപോലെ. നമുക്ക് ലേയേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പാക്കേജ് ക്യാഷസിനെ ക്ലീൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ടൂൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലെയറിൽ നിന്ന് ഫൈനൽ ലെയറിൽ നിന്ന് റിമൂവ് ചെയ്യുക. സോ ഫൈനൽ ഇമേജ് സൈസ് റെഡ്യൂസ് ആവും. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡോക്കർ ഇമേജ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും ടെക്നിക്സ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ അറിയുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.